اللهم لك الحمد بالإيمان اللهم لك الحمد بالإسلام اللهم لك الشكر بالنعمة التي أنعمت علينا الجديد والقديم أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده أنجز وعده ونصر عبده وحزم الأحزاب وحده نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സർവ്വലോകരക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികവും നിർവൃതിദായകവുമായ ഹജ്ജ് കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് തൽബിയത്ത് മുഴക്കിക്കൊണ്ട് സത്യവിശ്വാസികൾ യാത്ര തിരിക്കേണ്ട സന്ദർഭമാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കഅബാലയം അവന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കേന്ദ്രമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭൂമിയിലെ ആദ്യത്തെ ഏകദൈവാരാധനയുടെ കേന്ദ്രമായി നിർമ്മിക്കപ്പെട്ട ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബർക്കത മുബാറക, അനുഗ്രഹീതമായ മക്കയിൽ നിർമ്മിക്കപ്പെട്ട ഏകദൈവാരാധനയുടെ കേന്ദ്രം സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സത്യവിശ്വാസിയുമില്ല. ഓർമ്മ വച്ച കാലം മുതൽ നമസ്കാരം ആരംഭിച്ച കാലം മുതൽ തിരിഞ്ഞു നിന്ന്
നമസ്കരിക്കുന്നത് ആ കഅബാലയത്തിലേക്കാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുവശം ചരിഞ്ഞാൽ പരിശുദ്ധ കഅബാലയത്തിന്റെ ദിശ കിട്ടാവുന്ന രീതിയിലാണ് സത്യവിശ്വാസി കിടക്കാറുള്ളത്. മരണാസന്നനായാൽ, രോഗിയായാൽ അവരുടെ മുഖം കിബിലയിലേക്ക് കിട്ടാവുന്ന രീതിയിൽ തിരിച്ചു കിടന്നു. മരണപ്പെട്ട് കിടക്കുമ്പോഴും അതങ്ങനെ തന്നെയാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും അവന്റെ മുഖം കിബിലയിലേക്കാണ്. പ്രാർത്ഥനകൾക്ക് വേണ്ടി കൈ ഉയർത്തുമ്പോഴും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ അള്ളാഹുവിനോട് വിളിച്ചു ചോദിക്കുമ്പോഴും ഒക്കെ മുഖം തിരിക്കുന്നത് അതേ കേന്ദ്രത്തിലേക്കാണ്. മറയുണ്ട് എങ്കിൽ പോലും വിസർജനത്തിന് വേണ്ടി കഅബാലയത്തിന് മുന്നിട്ടോ പിന്നിട്ടോ നിർവഹിക്കുന്നത് അനഭിലഷണീയമാണ് എന്ന് കരുതുന്നവനാണ് സത്യവിശ്വാസം. ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു വിശ്വാസിയുടെയും ഉള്ളിന്റെ ഉള്ളിൽ വൈകാരികമായ ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന കേന്ദ്രമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപം ഒന്ന് പോകണം. അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ നടന്ന ആ മണ്ണിലൂടെ ഒന്ന് സഞ്ചരിക്കണം. അവരുടെ കണ്ണുനീരും വിയർപ്പുതുള്ളികളും തപ്തവികാരങ്ങളും എരിഞ്ഞടങ്ങിയ ആ മണ്ണിൽ കുറെ അധിക സമയം അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹജറുൽ അസ്വദിൽ ഒന്ന് സ്പർശിക്കണം, ഒന്ന് ചുംബിക്കണം. അതിനുമപ്പുറം മദീന പള്ളിയിൽ റൗള ഷരീഫ് ഒന്ന് സന്ദർശിക്കണം. കാരണം ഭൂമിയിൽ വീട് കിടക്കുന്ന സ്വർഗമാണ്. പരലോകത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഭൂമിയിലെ ഒരു കൊച്ചു കഷ്ണമാണ് റൗള ഷരീഫ്. അതിലൊന്ന് കയറി 2 റക്അത്ത് നമസ്കരിക്കണം. ആ സ്വർഗത്തിൽ നിന്നിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഇടതുഭാഗത്തെ ദിശയിൽ അള്ളാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്തേക്ക് ഒന്ന് കൈ ഉയർത്തി സലാം പറയണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയണം. സിദ്ദീഖുൽ അക്ബറിനോട് സലാം പറയണം. ഫാറൂഖ് ഉമറിനോട് സലാം പറയണം. ഏത് സത്യവിശ്വാസിയാണ് ഇത് ആഗ്രഹിക്കാത്തത്? ഒരു സത്യവിശ്വാസിയുടെയും മനസ്സിൽ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടല്ലാതെ ഇങ്ങനെ ഒരു സ്വപ്നത്തെ സ്ഥാപിക്കാൻ സാധ്യമല്ല. പരിശുദ്ധ കഅബാലയം അത്രമേൽ നമ്മിൽ ഇഴുകിച്ചേർന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരു യാത്രാവേളയിലെ അനുഭവമാണ്. പ്രായാധിക്യം കൊണ്ട് അവശതയായ ഒരു ഉമ്മയെ യാത്രാവേളയിൽ കാണാതായി പോകുന്നു. അവരുടെ ബന്ധുമിത്രാദികൾ അസ്വസ്ഥരാണ്. യാത്രാ അമീറിന്റെ മുമ്പിൽ പരാതികളുമായിട്ട് വന്നു. ഉമ്മയെ കാണാനില്ല. ആ ഉമ്മയെ കിട്ടിയത് 35 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ആ 35 മണിക്കൂറുകൾക്ക് ശേഷം ഒരു ടാക്സിക്കാരന്റെ സഹായത്തോടുകൂടി താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നിറങ്ങിയ ഉമ്മ എവിടെയായിരുന്നു കഴിഞ്ഞ 35 മണിക്കൂർ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി, ഞാൻ എന്റെ നമസ്കാരം കഴിഞ്ഞ് ഹറമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാനതിന്റെ ടൈല് വിരിച്ച മുറ്റത്ത് നിന്ന് ടാറ് വിരിച്ച റോഡിലേക്ക് ഇറങ്ങി. എനിക്ക് റൂമിലേക്ക് പോകണം, ഭക്ഷണം കഴിക്കണം, വിശ്രമിക്കണം. അടുത്ത ഒരു വക്തിന് എനിക്ക് നമസ്കാരത്തിന് വേണ്ടി വീണ്ടും ഹറമിലേക്ക് എത്തണം. അപ്പോഴാണ് മനസ്സിൽ തോന്നിയത്, ഞാനെങ്ങാനും മുറിയിലേക്ക് തിരിച്ചു ചെന്നതിന് ശേഷം
അടുത്ത ഒരു വക്തിനെ എനിക്ക് തിരികെ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ കണ്ടു പുറത്തിറങ്ങിയ ഈ കാഴ്ച എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കാഴ്ചയായിരിക്കും. എനിക്ക് ഒരിക്കൽ കൂടി ആ പരിശുദ്ധ കഅബാലയം കണ്ണു നിറയെ ഒന്ന് കാണണം. അങ്ങനെയാണ് തിരികെ കയറിയത്. ആ പരിശുദ്ധ കഅബാലയത്തിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ഭക്തകൾ മാറി മറിഞ്ഞതും ബാങ്ക് വിളിച്ചതും നമസ്കാരം നടന്നതും അതിലൊക്കെയും ലയിച്ചു ചേർന്നുകൊണ്ട് ആ ഉമ്മയുടെ 35 മണിക്കൂർ പിന്നിട്ടു എന്ന് പറയുമ്പോൾ എത്രയുണ്ട് ഹൃദയത്തിൽ ചേർത്ത് വെച്ച ആ പൊള്ളയായ 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 14 മീറ്റർ ഉയരവുമുള്ള ആ കെട്ടിടത്തിന്റെ സ്വാധീനം. ഉള്ള പൊള്ളയാണ്. ആ കേന്ദ്രത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കാവുന്ന ഉറൂസുകളുടെയോ നേർച്ചകളുടെയോ ചന്ദനക്കുടത്തിന്റെയോ ആഡംബരപൂർണമായ ആഘോഷങ്ങളുടെയോ പൊലിമകളൊന്നുമില്ല. ശൂന്യമാണ് ആ കേന്ദ്രം. ഇംഗ്ലീഷ് ഭാഷയിൽ ക്യൂബ് എന്ന് പറയുന്ന 6 വശങ്ങളുള്ളതാണ്. ലോകത്തിന്റെ എല്ലാ ദിശകളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ആ 6 വശങ്ങൾ. അല്ലെങ്കിൽ പരിശുദ്ധ കഅബാലയത്തിന്റെ 4 മൂലകൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവയല്ല. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഭൂമിയുടെ ഏത് കോണിലുള്ള മനുഷ്യന്റെയും ചിന്തകളെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതാണ് ഉള്ള പൊള്ളയായ ആ കെട്ടിടം എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും തൽബിയത്ത് മുഴക്കിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞ് ഹാജിമാർ യാത്ര തിരിക്കുന്ന സന്ദർഭമാണ്. എന്താണെന്നറിയുമോ ആ യാത്രയുടെ സവിശേഷത? മനുഷ്യൻ യാത്രക്കാരനാണ്. ആലമുൽ അർവാഹികളുടെ റൂഹുകളുടെ ഒരു ലോകത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ് മനുഷ്യന്റേത്. ഭൂമിയിലേക്ക് ജനിച്ചു വീണതിന് ശേഷം പടിപടിയായ കുറെ മാറ്റങ്ങളിലൂടെ അവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ യാത്രയുടെ ഒരു അവസാനമുണ്ട്, മറ്റൊരു യാത്രയുടെ തുടക്കം അഥവാ മരണമുണ്ട്. ആ യാത്രയും പരിശുദ്ധ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആ യാത്രയും തമ്മിൽ ചില സാമ്യതകളുണ്ട്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ കുളിച്ച് ശുദ്ധിയായി 2 വസ്ത്രങ്ങൾ അണിയും. കാരണം അവൻ അള്ളാഹുവിന്റെ അടിമയായിരുന്നു. ആ അടിമയിൽ നിന്ന് അതിഥിയായി മാറുകയാണ്. അവിടെ ഒരു സ്ഥാനക്കയറ്റം ലഭ്യമാകുന്നുണ്ട് ആ മനുഷ്യൻ. കേവലം അള്ളാഹുവിന്റെ അടിമ അബ്ദുള്ള എന്നതിൽ നിന്ന് ളുയൂഫുർ റഹ്മാൻ അഥവാ അള്ളാഹുവിന്റെ അതിഥിയായി മാറുകയാണ്. പ്രിയമുള്ളവരെ, വലിയ സൗഭാഗ്യമാണത്. കാരണം ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവിന്റെ അതിഥിയല്ല, ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ അതിഥിയല്ല, സാമ്പത്തിക സുസ്ഥിതിയുള്ള ഏതെങ്കിലും ഒരു വലിയ അതിസമ്പന്നന്റെ അതിഥിയല്ല. നേരെ മറിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് 2 വസ്ത്രം ധരിക്കുന്ന ഈ മനുഷ്യൻ സർവാധിനാഥനായ രാജാതിരാജനായ തമ്പുരാന്റെ അതിഥിയാണ്. അതിനേക്കാൾ വലിയ ഒരു ആതിഥ്യം എവിടെയാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക? അതിനേക്കാൾ വലിയ ഒരു ആതിഥ്യം നമ്മെ കാത്തിരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾക്ക് കാതോർത്തിരിക്കുന്ന, നമ്മൾ കടന്നു ചെന്ന് കൈവീശി തക്ബീർ മുഴക്കി തൽബിയത്ത് മുഴക്കി പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ച് കുറെ കർമ്മങ്ങൾ നിർവഹിക്കാൻ പോകുമ്പോ അതിനെയെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തമ്പുരാൻ എത്ര സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയുമാണ് ആ നാഥൻ കാത്തിരിക്കുന്നത് എന്നറിയും. അതുകൊണ്ടാണ് പരിശുദ്ധ കഅബാലയം ആദ്യമായി കാണുന്ന മനുഷ്യന്റെ ഉള്ളു പിടക്കുന്നത്. അവരെത്ര തവണ കണ്ടാലും
ഞാൻ അനുഭവസ്ഥനാണ്. എത്ര യാത്രകൾ നിങ്ങൾ പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ നടത്തിയാലും ഓരോ യാത്രയിലും നിങ്ങൾ കഅബാലയത്തിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ നെഞ്ചിടിപ്പുകൾക്ക് വേഗം കൂടും. മനുഷ്യനറിയാതെ അവന്റെ കണ്ണുകൾ നിറയും. അവനെ കാത്തിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രഭാവം എന്താണ് എന്നത് വല്ലാത്ത ഒരു കാന്തിക ചൈതന്യത്തോടു കൂടി അവൻ അനുഭവിക്കും. അവന്റെ ഹൃദയം നെഞ്ചും കൂടിനകത്ത് ഒതുങ്ങുകയില്ലേ എന്ന് പേടിക്കുന്നത് പോലെ വിങ്ങിപ്പൊട്ടും. പലരും സകല നിയന്ത്രണങ്ങളും വെടിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റുപറയും. അവരുടെ കരച്ചിലുകളിൽ, അവരുടെ ഏറ്റുപറച്ചിലുകളിൽ അവരെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ, എന്റെ പ്രാർത്ഥനകൾക്ക് എനിക്ക് ഉത്തരം തരുന്ന ഒരു തമ്പുരാൻ ഉണ്ട് എന്ന വിശ്വാസമാണ് അവിടെയുള്ളത്. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ സത്യവിശ്വാസികൾ കടന്നു ചെന്ന് വ്യത്യസ്തമായ കുറെ ആരാധനാകർമ്മങ്ങളിലൂടെ 4000-ലധികം വർഷമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് 30 ലക്ഷം ജനങ്ങൾ തൽബിയത്ത് മുഴക്കിയ മണ്ണിലാണ് ഈ വർഷം 60,000 ആളുകൾക്ക് അനുവദിക്കപ്പെടുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശൂന്യമാണ് പരിശുദ്ധ കഅബാലയത്തിന്റെ ഭാഗം. 30 ലക്ഷം ജനങ്ങളിൽ നിന്ന് 60,000-ത്തിലേക്ക്. പക്ഷെ അപ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ താളാത്മകതയിൽ ലയിച്ചു ചേർന്നുകൊണ്ട് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് പോലെ ഇടത്തോട്ടുള്ള ആ കറക്കം, തവാഫ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും. വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈഅൻ വതഹിർ ബൈതി ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. നീ പടുത്തുയർത്തണം. സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും പരിശുദ്ധ കഅബാലയത്തിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പടുത്തുയർത്തുകയാണ്. ഇറാഖിൽ നിന്ന് പുറപ്പെട്ട് 2 ലക്ഷം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച ഒരു മനുഷ്യകുലത്തിന്റെ നേതാവ് എന്ന് പറയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മമിത്രൻ എന്ന് വിശേഷിപ്പിച്ച, ഖലീലുള്ളാഹ് എന്ന് വിശേഷിപ്പിച്ച ആ പ്രവാചകൻ, ആ വിശേഷണം മറ്റാർക്കും കിട്ടിയിട്ടില്ല. ആ ഹിജാസ് മരുഭൂമിയിലൂടെ തന്റെ കുഞ്ഞിനെയും കൈപിടിച്ചു വന്ന് ഒരു നാഗരികതയും സംസ്കാരവും രൂപപ്പെടാവുന്ന രീതിയിൽ മക്കയെ പാകപ്പെടുത്തിയെടുത്ത് ആ മക്കയിൽ പരിശുദ്ധ കഅബാലയം പടുത്തുയർത്താൻ അള്ളാഹുവിന്റെ ആഹ്വാനം ലഭിക്കുമ്പോൾ ആ കൽപ്പന ശിരസ്സാവഹിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്നു. മൊട്ടക്കുന്നുകൾ നിറഞ്ഞ ഒരു മക്ക, ജന ഫലശൂന്യമായ ഒരു മക്ക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാനും മാഞ്ചാതിയുമില്ലാത്ത ഒരു മക്ക. അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കണം. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ കൂട്ടുകാരൻ വിളിക്കുകയാണ്. ഏത് ജനങ്ങളെയാണ് വിളിക്കാനുള്ളത്? മൊട്ടക്കുന്നുകൾക്ക് മുകളിൽ നിന്ന് കയറി നോക്കിയാൽ അപ്പുറവും ഇപ്പുറവുമുള്ള മൊട്ടക്കുന്നുകളല്ലാതെ മറ്റൊന്നും കാണാനില്ല. ആ പാറക്കെട്ടുകൾക്ക് മധ്യത്തിൽ നിന്നുകൊണ്ട്
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച ഒരു വിളിയും ആര് കേൾക്കും ആ വിളി എന്ന ആശങ്കകളെ അപ്രസക്തമാക്കിക്കൊണ്ട് കാറ്റും കിളികളും മരുഭൂമിയും കടലുമൊക്കെ ആ വിളിയെ ഏറ്റെടുത്തു എന്നതാണ് ചരിത്രം. അതിങ്ങനെ ഒഴുകി പരന്നു. ആ വിളി ഇങ്ങനെ യുഗാന്തരങ്ങളിലൂടെ ഒഴുകി പരന്ന് നമ്മിൽ പലരുടെയും കാതുകളിൽ അത് പതിച്ചു. ആ പതിച്ചതിന്റെ ഉത്തരം ചെയ്യേണ്ട സന്ദർഭത്തിൽ നമ്മിൽ പലരും ഇഹ്റാമിന്റെ വേഷമണിഞ്ഞ് പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തേക്ക് യാത്ര തിരിച്ചു. ഇനിയും പലരും കേട്ടിട്ടുണ്ടാകാം. അവർ യാത്ര തിരിക്കാൻ അള്ളാഹു നിർണയിച്ച സമയമായാൽ അവരുടെ കയ്യിലേക്ക് അതിനുള്ള സൗകര്യങ്ങൾ വന്നു ചേരും. ആ വിളി കേൾക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിൽ സൗകര്യങ്ങൾ വന്നു ചേർന്നാലും അള്ളാഹുവിന്റെ വിരുന്നുകാരനായി അവർക്ക് യാത്ര തിരിക്കാൻ കഴിയില്ല. ആ വിരുന്നുകാരൻ മടങ്ങി വരാനുള്ളത് അവിടെ നിന്ന് പിന്നെയും പരിവർത്തനം ചെയ്യപ്പെട്ട അള്ളാഹുവിന്റെ കൂട്ടുകാരനായിട്ടാണ്. അതൊരു മൂന്നാമത്തെ സ്റ്റേജാണ്. അള്ളാഹുവിന്റെ അടിമയായിരുന്നു, അള്ളാഹുവിന്റെ അതിഥിയായവൻ യാത്ര തിരിച്ചു. യാത്രയ്ക്ക് ശേഷം അവൻ മടങ്ങി വരുന്നത് അള്ളാഹുവിന്റെ കൂട്ടുകാരനായിട്ടാണ്, ആത്മമിത്രമായിട്ടാണ് അവന് മടങ്ങി വരാനുള്ളത്. ഇതൊരു വിസ്മയകരമായ പരിവർത്തനത്തിന്റെ സന്ദർഭമാണ് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൽവിചാരം എന്താണ് എന്ന് ചോദിച്ചാൽ യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ലാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നിന്റെ വിളി ആര് കേൾക്കുമെന്ന ആശങ്കകൾ വേണ്ടതില്ല. മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തും ദുർഘടമായ പാതകൾ താണ്ടിയും അവരുടെ മുമ്പിൽ കടലിടുക്കുകൾ തടസ്സം നിൽക്കുകയില്ല. അവരുടെ മുമ്പിൽ വലിയ മലഞ്ചെരിവുകളും മരുഭൂമികളും ഭൂഖണ്ഡങ്ങളും അതിർത്തികളും തടസ്സം നിൽക്കുകയില്ല. ദുർഘടമായ എല്ലാ പാതകളും താണ്ടി മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തും ഈ പരിശുദ്ധ ഭവനം സന്ദർശിക്കാൻ അവർ വരിക തന്നെ ചെയ്യുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് അള്ളാഹുവിന്റെ അതിഥികളായി നമ്മിൽ പലരും യാത്ര ചെയ്തതും ഇനിയും അങ്ങോട്ട് യാത്ര ചെയ്യാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലെങ്കിലും പരിശുദ്ധ ഹജ്ജിന്റെ ഭാഗമായി പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപം ഒന്ന് കടന്നു ചെല്ലാൻ അള്ളാഹുവിന്റെ കാതിൽ സംസാരിക്കുന്നത് പോലെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഞാനിതാ മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് മറുപടി പറയാൻ കഴിയുന്നവരിൽ പടച്ചറപ്പ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ സൂചിപ്പിച്ചത് പരിശുദ്ധ കഅബാലയം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചേർത്ത് വെക്കപ്പെട്ട ഒന്നാണ്. അതിവൈകാരികമായി നാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. പരിശുദ്ധ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമ്മുടെ ചിന്തയിൽ ഉടനീളം കടന്നു വരേണ്ട ചില വാക്കുകളുണ്ട്. അത് ഒന്ന് പരിശുദ്ധ കഅബാലയം ഈ ലോകത്തിന്റെ മുമ്പിൽ നൽകുന്ന സന്ദേശമാണ്. രണ്ടാമത്തേത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തിപ്പിടിച്ച ആദർശവും ആ ആദർശവാക്യം നൽകുന്ന സന്ദേശവുമാണ്. മൂന്നാമത്തേത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. നാലാമത്തേത് ഹാജർ, മക്ക, മദീന. ഇതൊക്കെയും കുറെ പാഠങ്ങൾ നമുക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ ഹജ്ജ് കാലവും ആ പാഠങ്ങളെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന പഠനങ്ങളിലും വായനകളിലും അന്വേഷണങ്ങളിലും വ്യാപൃതരായിക്കൊണ്ട് അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളണമെന്നാണ് സൂചിപ്പിച്ചു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവപ്പെട്ട മറ്റൊരു സംഗതി കൂടി സൂചിപ്പിക്കുവാനുള്ളത്, ദുൽഹജ്ജ് മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉലഹിയ്യത്ത് അറക്കാൻ നിയ്യത്ത് വെക്കുന്ന ആളുകൾ
അവരുടെ നഖവും മുടിയും മുറിക്കാൻ അനുവാദമില്ല. അവർ ബലിയെറുക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ടതുണ്ട്. ബലികർമ്മവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും സഹോദരങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ ഹദീസ് മാത്രം ആ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ഗൗരവത്തോടുകൂടി ബോധ്യപ്പെടുത്തിയത് മൻ വജദ സഅതൻ ഫലം യുളഹി വലാ യഖറബന്ന മുസല്ലാന. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുക്കൽ ഉലഹിയത്ത് അറക്കാവുന്ന, ഉരുവിനെ വാങ്ങാവുന്ന, ആടിനെ വാങ്ങാവുന്ന, ബലിമൃഗത്തെ വാങ്ങാവുന്ന, അല്ലെങ്കിൽ ബലിമൃഗത്തെ വാങ്ങുന്നവരോടൊപ്പം ഷെയർ കൂടാവുന്ന രീതിയിൽ സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കെ ഫലം യുളഹി, അവൻ ഉലഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ വലാ യഖറബന്ന മുസല്ലാന, അവർ പിന്നീട് നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല. അവർക്ക് പെരുന്നാൾ നമസ്കരിക്കാനുള്ള യോഗ്യതയില്ല. ഉലഹിയത്ത് അറുക്കാൻ അതിലൊരു ഷെയർ കൂടാൻ ശേഷിയുണ്ടായിരിക്കെ അതിന് ഞാൻ സന്നദ്ധനല്ല, ഇപ്പോൾ എനിക്ക് കുറെ തടസ്സങ്ങളുണ്ട്, അതിനേക്കാൾ മുൻഗണനയുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ എന്റെ കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നാം കരുതുന്നുണ്ട് എങ്കിൽ നമസ്കാര സ്ഥലത്തേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന്റെ ചീട്ട് കീറിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചിട്ടുള്ളത്. എല്ലാവരും ആ വിഷയത്തിൽ ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഉളുഹിയത്ത് അറുക്കാൻ കഴിയുന്നവരൊക്കെ ഉളുഹിയത്ത് അറുക്കണം. അറവിന്റെ സമയത്ത് ഹാജരാകാൻ കഴിയുന്നവർ ഹാജരാകണം. സ്വയം ബലിയെറുക്കാൻ കഴിയുന്നവർ സ്വയം ബലിയെറുക്കണം. സ്വയം കഴിയാത്തവർ ഉരുവിനെ സ്പർശിച്ചുകൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ട് അടുത്തു നിന്നുകൊണ്ടെങ്കിലും അതിൽ പങ്കാളികളാകണം. ഇങ്ങനെ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. രക്തവും മാംസവും അള്ളാഹുവിന് ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയും ചേർത്ത് വെച്ചു. നിങ്ങൾ അറുക്കുന്ന ബലിമാംസത്തിന്, ബലിമൃഗത്തിന്റെ രക്തവും മാംസവും അള്ളാഹുവിന് വേണ്ട. അതിന്റെ തൂക്കം 400 കിലോ 500 കിലോ, ആ തൂക്കം അള്ളാഹുവിന് ആവശ്യമില്ല. നിങ്ങൾ അറുക്കുന്ന മൃഗത്തിൽ എത്ര ഗ്രാം തഖ്വയുണ്ടായിരുന്നു എന്നതേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തഖ്വയോടുകൂടി അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കാൻ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ആത്മസമർപ്പണത്തിന്റെ പാരമ്യതയാണ് യഥാർത്ഥത്തിൽ ബലി എന്ന് പറയുന്നത്. ദീർഘമായി പറയേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അംഗീകരിച്ച് വഴങ്ങി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി നല്ല അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അതിഥികളായി യാത്ര തിരിച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് മടങ്ങി വരാൻ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും തരണം ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.